തോൽപ്പിക്കാനും പറ്റില്ല. അവന്റെ കഥ ഇതോടെ കഴിഞ്ഞിരിക്കുന്നു. അവൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. കൊടുങ്കാറ്റ് വന്നാലും രക്ഷപ്പെട്ടേക്കാം, പക്ഷെ യാക്കോവിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. നീ മുഖംമൂടി അഴിക്കേണ്ട സീറ്റ് കണ്ടുപിടിച്ചോടാ. ആദ്യം ഈ മുതലക്കിടയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അങ്കിളിന്റെ ഒരു ശരി, ആവശ്യമില്ല, നീ സമയം കളയണ്ട. മുഖംമൂടി അഴിക്കാനുള്ള രീതി ഏതെങ്കിലും പുസ്തകം നോക്കി മനസ്സിലാക്കാം. ദൂരദർശിനി വെച്ച് കാണാൻ പറ്റുന്ന വിധത്തിലൊരു ഷാജോ കാണോ? പുതുതായ ചോക്ലേറ്റ്. നമുക്ക് റിസർച്ച് ആരംഭിക്കണമെടാ. എന്റെ കഷ്ടകാലം. ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോയി ഒന്ന് റെസ്റ്റ് എടുത്താലൊന്ന് വിചാരിക്കുക. ഗുഡ് നൈറ്റ്. ഇത് വളരെ അതിശയമായിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് നമ്മൾ ഷാഡോ കോണിനെ പിടിച്ചില്ലല്ലോ. ഇത് ഷാഡോ കോണോ? വളരെ ഭംഗിയായിട്ടുണ്ട്. രൂപത്തിനെ വെച്ച് നമ്മൾ ഒന്നും കണക്കാക്കരുത്. ഞാൻ പോയി ജാപ്പനീസ് പുസ്തകം എടുത്തോണ്ട് വരാം. നീ അത് വായിച്ചു നോക്കി എന്നോട് പറ. ഏതിലൊക്കെ എന്തൊക്കെയാ ഉള്ളതെന്ന് ആർക്കറിയാം? എല്ലാം എന്റെ തലയിലെടുത്ത്. അതും ശരിയാണ്. ഷാഡോ കോൺ ചോക്ലേറ്റ് കഴിച്ചോ? എന്റെ നിഴൽ. ഇനിയൊരു കാര്യം, നീ കുറച്ച് ശ്രദ്ധയോടെ ഇരിക്കണം ആ ഷാഡോ കാന്റെ അടുത്ത്. ഭീമാ, എന്റെ ദൈവമേ! അങ്കിൾ, എവിടെ നോക്കി നിൽക്കുക? ചുട്ടു തള്ള. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യടാ. കഥ കഴിഞ്ഞു. ഭീമൻ ഇപ്പോ വളരെ ഗാഢനിദ്രയിലാണ് ഉള്ളത്. നിഴലുകൾ നമ്മളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിൽ നിന്നാണ് നമുക്ക് ശക്തികൾ ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മൾ പിടിച്ച ഷാഡോ കോൺ അതിന്റെ നിഴലുകൾ ആവാഹിച്ചതിന് ശക്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഭീമന്റെ നിഴലും അത് ആവാഹിച്ചെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ആയുസിന്റെ ദൈർഘ്യം കുറയാനും സാധ്യതയുണ്ട്. ഭീമയുടെ നിഴൽ നമ്മൾ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരുന്നത്? ഷാഡോ കോൺസിനെ യാക്കു കൺട്രോൾ ചെയ്യാൻ നമ്മൾ തടുത്തു നിർത്തണം. അതിന് നമ്മൾ യാക്കുവിന്റെ മുഖംമൂടി ഊരിയെടുക്കണം. ഏതാ ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് അറിയേണ്ട ചീട്ട് നമ്മൾ കളഞ്ഞു കുളിച്ചു. നമ്മൾ ഏതാ കളയാത്തത്? അത് മാത്രമല്ല, ജാപ്പനീസ് പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഭീമൻ ഇതാ കിടക്കുന്നു. ഇതൊന്നുമില്ലാതെ മന്ത്രം കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. ആ ചെറിയ ഷാഡോ കോൺ എങ്ങനെയോ രക്ഷപ്പെട്ടു പോയി. അതുകൊണ്ട് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും അപകടം വരുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടുത്തിയേ പറ്റൂ. അതെ, കണ്ടുപിടിക്കണം. വിഡ്ഢിത്തരം പറയാതെ. നിങ്ങളുടെ നിഴലുകൾ പോലും ആപത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ നോക്കിക്കോ, ആ ഷാഡോ കോൺസിന് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ നിഴൽ തിന്നട്ടെ. ഈ ഷാഡോ കോണിന്റെ അടുത്ത് നിന്ന് നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ നിഴലുകൾ അറിയാതിരിക്കണം. അവൻ ജീവനോട് ഇരിക്കാൻ പാടില്ല. പോകോ, ആക്രമിക്കോ. നിങ്ങൾ അടിക്കുന്ന ഓരോ അടിയും ഇടിയെ പോലെ ഉണ്ടാവണം. എന്താ ഞാൻ ചെയ്യാൻ പറഞ്ഞത്? നിങ്ങൾ എന്താ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത്? ക്ഷമിക്കണം നേതാവേ, ഞങ്ങൾ പരമാവധി ശ്രമിച്ചു കഴിഞ്ഞോ. നിർത്ത്. ഇങ്ങനെ പറയാൻ നിനക്ക് നാണമില്ലേ?